ഹായ് നമസ്കാരം. റീഗൽ ആക്മി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറിച്ചിട്ട് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പഠിക്കുന്ന കുട്ടികൾക്കും ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കും വളരെ ഫലപ്രദമായിട്ട് ഉപകരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇമ്മ്യൂൺ സിസ്റ്റം. എങ്ങനെ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ബോഡി അവയവങ്ങളെ നമുക്ക് കീപ്പ് ചെയ്യാം എന്നുള്ള രീതിയാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അടുത്ത് നമ്മളുടെ വീഡിയോയിലായിട്ടായിരിക്കും പോകുന്നത്. നിങ്ങൾ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കമൻ്റ് അയയ്ക്കുക. സെയിം ടൈം ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു. നമസ്കാരം. ഞാനിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഇമ്മ്യൂണിറ്റിയാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു വേർഡാണ് ഇമ്മ്യൂണിറ്റി, അതായത് പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇമ്മ്യൂണിറ്റി? എന്താണ് ഇമ്മ്യൂണിറ്റി? ഇമ്മ്യൂണിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ദ ബോഡി ടു ഡിഫെൻഡ് ഇറ്റ് സെൽഫ് എഗെയിൻസ്റ്റ് ഡിസീസ് കോസിങ് ഓർഗാനിസം. അതായത് രോഗമുണ്ടാക്കുന്ന പാത്തോജൻസ്, ബാക്ടീരിയ എന്നിവയിൽ നിന്നുമെല്ലാം നമ്മുടെ ശരീരത്തിനെ സ്വന്തമായിട്ട് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ബാക്ടീരിയ, ഇൻഫെക്ഷൻസ്, വൈറസ് ഇതേപോലുള്ള പാത്തോജൻസിൽ നിന്നും നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ എല്ലാ ദിവസവും നമ്മളുടെ ശരീരം നിരവധി രോഗാണുക്കളുമായിട്ടാണ് കോണ്ടാക്റ്റ് വെക്കുന്നത്. അപ്പം ഇതിൽ ചിലത് മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഒരു രോഗങ്ങളായിട്ട് മാറുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മളെ ശരീരത്തുള്ള ഇമ്മ്യൂണിറ്റി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ബാക്ടീരിയാസിൽ നിന്നും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം റിലീസ് ചെയ്യുന്ന ഒന്നാണ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ രോഗങ്ങളിൽ നിന്നും എല്ലാം സംരക്ഷിക്കുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ് ഇമ്മ്യൂണിറ്റി എന്നുള്ളത്. ഇനി നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം എന്താണെന്നുള്ളത് നോക്കാം. ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എ സെൽ, ടിഷ്യൂസ്, ഓർഗൻസ് ദി മേക്ക് ദാറ്റ് ഹെൽപ്പ് ദ ബോഡി ഫൈറ്റ് ഇൻഫെക്ഷൻ ആൻഡ് അതർ ഡിസീസസ്. അതായത് നമ്മളുടെ കോശങ്ങൾ, ടിഷ്യൂ, ഓർഗൻസ് എന്നിവയെല്ലാം ഇൻഫെക്ഷൻസിൽ നിന്നും അല്ലെങ്കിൽ രോഗങ്ങൾക്കും എതിരെ എഗെയിൻസ്റ്റ് ചെയ്ത് ശരീരത്തെ സഹായിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, സെല്ല് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, സെൽ ടോപ്പിക്. അപ്പോൾ അതിൽ നമ്മൾ സ്കിന്നിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്കിൻ നമ്മളെ പലവിധ ബാക്ടീരിയ, ഫോറിൻ ബോഡീസിൽ നിന്നും നമ്മളുടെ ശരീരത്തിനെ സംരക്ഷിക്കുന്നുണ്ട്. അതേപോലുള്ള ഒരു ഘടകമാണ് ബ്ലഡ് എന്ന് പറയുന്നത്. ബ്ലഡിൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് WBC, വൈറ്റ് ബ്ലഡ് സെൽ എന്ന് പറയുന്നത്. WBC എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ ശരീരത്തിലേക്ക് കടക്കുന്ന ഇൻഫെക്ഷൻസിനെ എല്ലാം WBC എഗെയിൻസ്റ്റ് ചെയ്യുന്നുണ്ട്, തടുക്കുന്നുണ്ട്. അപ്പം ഇതിനെയാണ് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇമ്മ്യൂണിറ്റിയും ഇമ്മ്യൂൺ സിസ്റ്റമും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പർപ്പസ് ഓഫ് ഇമ്മ്യൂണിറ്റി, അതായത് ഇമ്മ്യൂണിറ്റിയുടെ ഉദ്ദേശം എന്താണ്. The immune system has a vital role. It protects your body from harmful substances, germs, and cells changes that could make you ill. It is made up of various organs, cells, and protein. അതായത് ഇമ്മ്യൂൺ സിസ്റ്റം രോഗപ്രതിരോധ സംവിധാനത്തിന് ഒരു പ്രധാനമായിട്ടുള്ള ഒരു പങ്കാണുള്ളത്. ഇത് നിങ്ങളുടെ ശരീരത്തെ ദോഷകരമായ വസ്തുക്കളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാം സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ പർപ്പസ് ഓഫ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ വരുന്ന ദോഷകരമായിട്ടുള്ള സബ്സ്റ്റൻസസിൽ നിന്നും നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഇമ്മ്യൂണിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തേത് ദ ഇനേറ്റഡ് ഇമ്മ്യൂൺ സിസ്റ്റം, രണ്ടാമത്തത് അക്വയർഡ് ഇമ്മ്യൂൺ സിസ്റ്റം. എന്താണ് ഇനേറ്റഡ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്? ഇനേറ്റഡ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ ശരീരത്തിൽ കാണുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഇനേറ്റഡ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് തികച്ചും ഇൻഹെറിറ്റഡ് ആണ്. ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കുട്ടികളിലേക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഇനേറ്റഡ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലേക്ക് പറയുന്നത്. അതായത് ഒരു ഇൻവാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എതിർത്ത് വരുന്ന ഒരു പാത്തോജൻസ് ആയിക്കോട്ടെ,
അപ്പം അതിനെ വരുന്ന ആ സമയം തന്നെ ആദ്യമായിട്ട് ഈ പറയുന്ന ഇമ്മ്യൂണിറ്റി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതായത് ജേംസ്, വോംസ് എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ, ഇരകൾ പോലുള്ളത്, പിന്നെ ക്യാൻസർ സെല്ല്, ഇതിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെയാണ് നമ്മൾ ഇന്നേറ്റഡ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ജനിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിയിൽ കാണുന്ന ഇമ്മ്യൂണിറ്റിയെ നമ്മൾ ഇന്നേറ്റഡ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തത് അക്വേർഡ് ഇമ്മ്യൂൺ സിസ്റ്റം. എന്താണ് അക്വേർഡ് ഇമ്മ്യൂൺ സിസ്റ്റം? അക്യൂട്ട് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഫ്രം ദ ഇന്നേറ്റഡ് സിസ്റ്റം മേക്ക് സ്പെഷ്യൽ പ്രോട്ടീൻ കോൾഡ് ആൻറ്റിബോഡീസ് ടു പ്രൊട്ടക്റ്റ് യുവർ ബോഡി ഫ്രം എ സ്പെസിഫിക് ബാക്ടീരിയാസ് ഓർ പാത്തോജൻസ്. അതായത് നമ്മളുടെ ഇന്നേറ്റഡ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മളുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന പ്രത്യേകതരമായിട്ടുള്ള ബാക്ടീരിയാസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം നിർമ്മിക്കുന്ന പ്രോട്ടീൻ അല്ല, അതിനെ നമ്മൾ പറയുന്നതാണ് ആൻറ്റിബോഡീസ് എന്ന്. അങ്ങനെ ഉണ്ടാവുന്ന ആൻറ്റിബോഡീസിനെയാണ് നമ്മൾ അക്യൂട്ട് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഈ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്. നമ്മളുടെ സെൽസ്, കോശങ്ങളിൽ നിന്നുമാണ് ഈ ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിനെ പറയുന്നൊരു വേർഡാണ് ബി ലിംബോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ബി ലിംബോസൈറ്റ്സ് സെല്ലിൽ എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്? നമ്മളുടെ ശരീരത്തിലേക്ക് ഒരു ഇൻവാഡർ വന്നു കഴിയുമ്പോൾ ആദ്യമായിട്ട് അതിനെ എക്സ്പോസ് ചെയ്യുമ്പോഴായിരിക്കും ഈ ആൻറ്റിബോഡീസ് ഈ പറയുന്ന ബി ലിംബോസൈറ്റ്സ് സെല്ലിൽ ഡെവലപ്പ് ആവുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ ഒന്നും കൂടി പറയാം. നമ്മൾ ആദ്യം പഠിച്ച ഇന്നേറ്റഡ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇക്വേർഡ് ഇമ്മ്യൂൺ സിസ്റ്റം വരുന്നത്. ഇതെങ്ങനെയാണ് നമ്മളുടെ ശരീരത്തിലേക്ക് ഇത് പ്രവർത്തിക്കുന്നത്? അതായത് പ്രത്യേകതരമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും നമ്മളുടെ ശരീരത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പ്രത്യേകതരമായിട്ടുള്ള പ്രോട്ടീനെ കൊണ്ടുവരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതെന്ത് ചെയ്യുന്നു? ഈ ആൻറ്റിബോഡീസ് ഈ പറയുന്ന രോഗങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തിനെ രക്ഷിക്കുന്നുണ്ട്. ഈ പറയുന്ന ആൻറ്റിബോഡീസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ കോശങ്ങളിൽ നിന്നുമാണ് ഇത് ഡെവലപ്പ് ആവുന്നത്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബി ലിംബോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കുട്ടി ജനിക്കുന്ന 5-ാമത്തെ ദിവസം മുതൽ പിന്നെ അങ്ങോട്ടുള്ള ഒരു 10 വയസ്സ് വരെ നമ്മളെല്ലാവരും കുത്തിവെപ്പുകൾക്ക് ചെയ്യുന്നുണ്ട്. കുത്തിവെപ്പുകൾ, അതായത് വാക്സിനേഷനൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് വാക്സിൻ എടുക്കുന്നത്? അതായത് വിവിധതരമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും നമ്മളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാക്സിൻ എടുക്കുന്നത്. ഈ വാക്സിനിൽ അടങ്ങിയിട്ടുള്ളത് പലതരത്തിലുള്ള ആൻറ്റിബോഡീസ് ഉണ്ട്. ഇതൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള ഡിസീസസിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ആൻറ്റിബോഡീസ് കുഞ്ഞുങ്ങളിൽ എപ്പോഴും കാണും. പക്ഷേ ഈ ആൻറ്റിബോഡീസ് രൂപപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം എടുത്തേക്കും. ഓക്കെ, പിന്നെ വന്നിട്ട് ആദ്യമായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം ഈ പറയുന്ന ബാക്ടീരിയാസിനെ ആദ്യമായിട്ട് എക്സ്പോഷർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻവാഡറിനെ പ്രതിരോധിക്കുകയും അതിനെതിരെ എതിർക്കുകയും ചെയ്യും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ അക്യൂട്ട് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം 2 എണ്ണമാണ് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ 2ആയിട്ടാണ് തിരിച്ചത്. ഇന്നേറ്റഡ് ഇമ്മ്യൂൺ സിസ്റ്റമും അക്യൂട്ട് ഇമ്മ്യൂൺ സിസ്റ്റമും. ഓക്കെ, നോക്കാൻ പോകുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഡയഗ്രാമാണ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു ഓർഗൻസ്, ടിഷ്യൂസ്, സെൽസ്,
ഇതെല്ലാമാണ് ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ശരീരം മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇമ്മ്യൂൺ സിസ്റ്റം നൽകുന്നത് ഓർഗൻസും ടിഷ്യൂസും സെൽസും ആണ് അല്ലേ. അപ്പോൾ ഇവയെല്ലാം ഒരുമിച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അതിൽ വരുന്നത്? അഡിനോയിഡ്സ് ഉണ്ട്. അഡിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ 2 ഗ്ലാൻസ് ആണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നാസൽ പാസേജിൻ്റെ ബാക്കിലായിരിക്കും ഈ 2 ഗ്ലാൻസും ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെ നമ്മൾ അഡിനോയിഡ്സ് എന്ന് പറയും. വേറൊന്ന് ബോൺ മാരോ ആണ്. ബോൺ മാരോ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ടിഷ്യൂ ആണ്. നമുക്കറിയാം മജ്ജയാണ് അല്ലേ. അതിനെയാണ് നമ്മൾ ബോൺ മാരോ എന്ന് പറയുന്നത്. എല്ലിനകത്തുള്ള മജ്ജേനെയാണ് നമ്മൾ ബോൺ മാരോ. ബോൺ ക്യാവിറ്റീസിലാണ് ഇത് കണ്ടുവരുന്നത്. അതെങ്ങനെയായിരിക്കും? സോഫ്റ്റ് ആയിരിക്കും, ഒരു സ്പോഞ്ചി ടിഷ്യൂ ആയിരിക്കും ബോൺ മാരോ എന്ന് പറയുന്നത്. അപ്പം അഡിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ 2 glands ലൊക്കേറ്റഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ നാസൽ പാസേജ്. നാസൽ പാസേജിൻ്റെ ബാക്കിൽ സ്ഥിതി ചെയ്യുന്ന 2 ഗ്ലാൻസിനെയാണ് നമ്മൾ അഡിനോയിഡ്സ് എന്ന് പറയുന്നത്. ബോൺ മാരോ എന്ന് പറഞ്ഞാൽ സോഫ്റ്റായിട്ടും സ്പോഞ്ചി ടിഷ്യൂ ആയിട്ടും നമ്മുടെ ബോണിൻ്റെ ക്യാവിറ്റീസിൽ കാണപ്പെടുന്ന ഒന്നാണ് ബോൺ മാരോ, മജ്ജ എന്ന് പറയുന്നത്. അടുത്തതാണ് ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത്. എന്താണ് ലിംഫ് നോഡ്സ്? ലിംഫ് നോഡ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ആയിട്ടുള്ള ഓർഗൻസ് ആണ്, ഷേപ്ഡ് ലൈക്ക് ബീൻ എന്ന് നമുക്ക് പറയാം. അപ്പം ഇതെവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓവറോൾ നമുക്കിതുണ്ടാവും. ഇത് ആരുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ലിംഫാറ്റിക് വെസൽസുമായിട്ടാണ് ഇത് കണക്റ്റ് ആയേക്കുന്നത്. ഓക്കെ, ഇത് ചെറിയ ഓർഗൻസ് ആണ്. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഓൾ ഓവർ ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും നമുക്ക് ലിംഫ് നോഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് ആരുമായിട്ടാണ് കണക്റ്റ് ആയേക്കുന്നതെന്ന് വെച്ചാൽ ലിംഫാറ്റിക് വെസൽസ് ആണ്. അപ്പം നമ്മൾ ലിംഫാറ്റിക് വെസൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ലിംഫാറ്റിക് വെസൽസ്? അതെന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ഓഫ് ചാനലാണ്. ഇപ്പം നമ്മളാണെങ്കിൽ ഇപ്പം TV എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ചാനൽസ് കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മുടെ ശരീരത്തിലുള്ള ഒരു നെറ്റ്വർക്ക് ഓഫ് ചാനൽസിനെയാണ് നമ്മൾ ലിംഫാറ്റിക് വെസൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേത് വരും? ലിംഫോയിഡ് ഓർഗൻസ് വരാറുണ്ട്, ബ്ലഡ് ഓർഗൻസ് വരാറുണ്ട്, അതേപോലെ തന്നെ ബ്ലഡ് സ്ട്രീംസും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ലിംഫ് നോഡ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഓർഗൻസ് ഷേപ്ഡ് ലൈക്ക് ബീൻ വിച്ച് ആർ ലൊക്കേറ്റഡ് ഓൾ ഓവർ ദ ബോഡി ആൻഡ് കണക്റ്റഡ് വിത്ത് ദ ലിംഫാറ്റിക് വെസൽസ്. ഓക്കെ, ദെൻ ലിംഫാറ്റിക് വെസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എ നെറ്റ്വർക്ക് ഓഫ് ചാനൽസ് ഓൾ ഓവർ ദ ബോഡി that carry lymphacids to the lymphoid organs and blood organs and blood streams. ഓക്കെ, ഇനി അടുത്തൊരു ഓർഗനാണ് നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്പ്ലീൻ എവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ നമ്മളുടെ അടിഭാഗം വയറിൽ അകത്തുള്ള ഒരു അറയാണ് നമ്മൾ സ്പ്ലീൻ, ഒരു ഓർഗനാണ് നമ്മൾ സ്പ്ലീൻ എന്ന് പറയുന്നത്. ഇതെവിടെയാണ് ലൊക്കേറ്റ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ബെല്ലി ക്യാവിറ്റിയിലാണുള്ളത്, അല്ലെങ്കിൽ അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് നമുക്ക് സ്പ്ലീൻ ഉള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ തൈമസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ട്രക്കിയ, വിൻ പൈപ്പ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തൈമസ് എവിടെയാണെന്ന് ചോദിച്ചാൽ 2 ലോബ്സ് ഉണ്ട്. ഇത് വിൻ പൈപ്പിനെ അല്ലെങ്കിൽ വിൻഡ് പൈപ്പിനെ തന്നെയാണ് നമ്മൾ ട്രക്കിയ എന്ന് പറയുന്നത്. അപ്പോൾ ട്രക്കിയ ആയിട്ട് ജോയിൻ ആയി നിൽക്കുന്ന 2 ലോബ്സ് ആണ്. ഇത് നമ്മളുടെ ബ്രീസ്റ്റ് ബോണിൻ്റെ ബിഹൈൻഡ് ബാക്കിലോട്ടായിരിക്കും വരുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ തൈമസ് എന്ന് പറയുന്നത്. ഓക്കെ, 2 ലോബ്സ് ദാറ്റ് ജോയിൻ ഇൻ ഫ്രണ്ട് ഓഫ് ദി വിൻ പൈപ്പ്. ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വിൻ പൈപ്പിൻ്റെ ഫ്രണ്ടിലും ബ്രീസ്റ്റ് ബോണിൻ്റെ ബാക്കിലും. ഓക്കെ, ഇൻ ഫ്രണ്ട് ഓഫ് ദി വിൻ പൈപ്പ്, ബിഹൈൻഡ് ദി ബ്രീസ്റ്റ് ബോൺ. ഓക്കെ, ദെൻ ടോൺസിൽസ് എന്ന് പറഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് ഒന്നാണ് ടോൺസിൽസ്. എന്താണ് ടോൺസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ത്രോട്ടിൻ്റെ ബാക്കിലിരിക്കുന്ന ഓവൽ മാസസിനെ 2 ഓവൽ മാസസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ടോൺസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടോൺസിൽസ്? 2 ഓവൽ മാസസ് ഇൻ ദി ബാക്ക് ഓഫ് ദി ത്രോട്ട്. തൈമസ് എന്ന് പറഞ്ഞാൽ 2 ലോബ്സ് ദാറ്റ് ജോയിൻ ഇൻ ഫ്രണ്ട് ഓഫ് ദി വിൻ പൈപ്പ്. വിൻ പൈപ്പിൻ്റെ വേറൊരു പേരാണ് ട്രക്കിയ. ദെൻ ബിഹൈൻഡ് ദി ബ്രസ്റ്റ് ബോൺ. ഓക്കെ, ഒന്നും കൂടി പറയാം. അഡിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ 2 glands ലൊക്കേറ്റഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദി നാസൽ പാസേജ്. നാസൽ പാസേജിൻ്റെ ബാക്കിൽ സ്ഥിതി ചെയ്യുന്ന 2 glands ആണ് അഡിനോയിഡ്സ് എന്ന് പറയണത്. ബോൺ മാരോ എന്ന് പറഞ്ഞാൽ സോഫ്റ്റായിട്ടും സ്പോഞ്ചി ടിഷ്യൂ ആണ്. ഇതെവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ബോൺ ക്യാവിറ്റീസിലാണുള്ളത്.
ദെൻ ലിംഫ് നോഡ്സ് ആണ്. ലിംഫ് നോഡ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഓർഗൻസ്. ഇത് എവിടെയാണ് ലൊക്കേറ്റഡ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഒട്ടുമൊത്തം ഉണ്ട്, ഓൾ ഓവർ ദ ബോഡിയാണ്. ആൻഡ് കണക്ട് വിത്ത് ദ ലിംഫാറ്റിക് വെസൽസ്. ലിംഫാറ്റിക് വെസൽസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ലിംഫാറ്റിക് വെസൽസ് എന്താണ് അല്ലേ, അതൊരു ചോദ്യമല്ലേ, ലിംഫാറ്റിക് വെസൽസ് എന്താണ്? അപ്പം ലിംഫാറ്റിക് വെസൽസ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക്, ഒരു ചാനൽസ് ഓഫ് നെറ്റ്വർക്കാണ്. ഇതും ശരീരത്തിൽ എല്ലായിടത്തും കാണുന്നുണ്ട്. അതായത് ലിംഫോയിഡ് ഓർഗൻസ്, ബ്ലഡ് ഓർഗൻസ് ആൻഡ് ബ്ലഡ് സ്ട്രീംസ്. ദെൻ വേറൊരു ഓർഗനാണ് നമ്മുടെ സ്പ്ലീൻ എന്ന് പറയുന്നത്. സ്പ്ലീൻ എവിടെയാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്? ബെല്ലി അല്ലേ, അതായത് അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ്, വയറിൻ്റെ ഭാഗത്താണ് നമുക്ക് സ്പ്ലീൻ എന്ന് പറയുന്ന ഒരു ഓർഗൻ കാണപ്പെടുന്നത്. ദെൻ തൈമസ് ആണ്. തൈമസ് എന്ന് പറഞ്ഞാൽ വിൻ പൈപ്പിൻ്റെ ഇൻഫ്രണ്ടും ബ്രസ്റ്റ് ബോണ്ട് ബിഹൈൻഡും ആയിട്ടാണ് നമ്മൾ തൈമസിനെ കാണുന്നത്. 2 ലോബ്സ് ആണ്. ഇത് ട്രക്കിയായിട്ട് ജോയിൻ ആയിട്ട് നിൽക്കുന്ന 2 ലോബ്സ് ആണ്. ദെൻ ടോൺസിൽസ് എന്ന് പറഞ്ഞാൽ 2 ഓവൽ മാസസ് ഇൻ ബാക്ക് ഓഫ് ദി ത്രോട്ടിൻ്റെ ബാക്കിൽ ഉള്ള 2 ഓവൽ മാസസിനെയാണ് നമ്മൾ ടോൺസിൽസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ ഡയഗ്രാമിൽ കാണുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം ഡിസോർഡേഴ്സ് ആണ്. അതായത് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന തകരാറുകളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് സിവിയർ കോമ്പൈൻഡ് ഇമ്മ്യൂണോ ഡിഫിഷ്യൻസി എന്നാണ് പറയുന്നത്, SCID എന്നാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയിലുണ്ടാകുന്ന തകരാറുകളാണ് SCID എന്ന് പറയുന്നത്. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗൈ ഇതിൽ നിന്നും അടിക്കടി എതിരേൽക്കേണ്ടി വരുന്ന അറ്റാക്കിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന ഡിഫിഷ്യൻസിയാണ് സിവിയർ കോമ്പൈൻഡ് ഇമ്മ്യൂണോ ഡിഫിഷ്യൻസി എന്ന് പറയുന്നത്. ഈ ഡിസോർഡറിൻ്റെ വേറൊരു പേരാണ് ബബിൾ ബോയ് ഡിസീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ടെമ്പററി അക്വയർഡ് ഇമ്മ്യൂൺ ഡിഫിഷ്യൻസി ആണ്. ടെമ്പററി അക്വയർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള ഡ്രഗ്സ് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ പീപ്പിൾ വന്നിട്ട് കീമോതെറാപ്പി ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെഡിസിൻസ് യൂസ് ചെയ്യും. ഈ മെഡിസിൻസ് വഴിയും നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വീക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഡിഫിഷ്യൻസിയാണ് ടെമ്പററി അക്വയർഡ് ഇമ്മ്യൂൺ ഡിഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ചിലർ വന്നിട്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന മെഡിസിൻസ് വഴി നമ്മളുടെ ഓർഗൻസിലൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതേപോലെ തന്നെ ഇൻഫെക്ഷൻസ് പോലുള്ള ഫ്ലൂ വൈറസസ് ഇതൊക്കെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വീക്ക് ചെയ്യുന്നുണ്ട്. ചിലർ വന്നിട്ട് സ്മോക്ക് ചെയ്യാറുണ്ട്, ആൽക്കഹോൾ എടുക്കാറുണ്ട്, ന്യൂട്രീഷൻ വളരെ വീക്കായിട്ട് എടുക്കുന്നവരുണ്ട്. എല്ലാവരിലും ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ടെമ്പററി അക്വയർഡ് ഇമ്മ്യൂൺ ഡിഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി അടുത്തത് എയ്ഡ്സ് ആണ്. എയ്ഡ്സ് നമുക്കറിയാം ഭയങ്കരമായിട്ടുള്ളൊരു വൈറൽ ഇൻഫെക്ഷനാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്, HIV വൈറസ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബ്ലഡിനകത്തുള്ള ഒരു കണ്ടൻ്റാണ് റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്. ഇതിൽ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് നമ്മളുടെ ഇൻഫെക്ഷൻസിനെ ഡിഫെൻസ് ചെയ്യുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. അപ്പോൾ ഈ പറയുന്ന WBCയെ വീക്കാക്കുന്ന ഒരു ഇൻഫെക്ഷനാണ് HIV വൈറസസ് എന്ന് പറയുന്നത്. അപ്പം ഇതുവഴിയും നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രോബ്ലം സംഭവിക്കുന്നുണ്ട്. അടുത്തത് പീപ്പിൾ വിത്ത് HIV AIDS ബിക്കം സീരിയസ്ലി ഇൽ വിത്ത് ഇൻഫെക്ഷൻ ദ മോസ്റ്റ് പീപ്പിൾ ക്യാൻ ഫൈറ്റ് ഓഫ്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡിസോർഡർ. ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ ഓവർ ആക്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം എന്താണെന്ന് നോക്കാം. എന്താണ് ഓവർ ആക്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? അതായത് ചിലരിൽ കണ്ടുവരുന്നതാണ് ആസ്മ പോലുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ അലർജി, നമുക്കൊന്ന് പൊടി തട്ടിയാലോ അല്ലെങ്കിൽ ചില ഫുഡ് വഴി നമുക്ക് അലർജീസൊക്കെ വരാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെയും നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ തകരാറുകൾ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലർക്ക് ജനിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ജീൻസ് വഴിയും ഈ പറയുന്ന തകരാറുകൾ വരുന്നുണ്ട്. അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആസ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് വീസിങ് പ്രോബ്ലം ഉണ്ടാവാറുണ്ട്, കഫിങ്, അതേപോലെ തന്നെ ബ്രീത്ത് ചെയ്യാനുള്ള ട്രബിൾ ഉണ്ടാവാറുണ്ട്. അപ്പം ലങ്സാണ് ഇതിനെല്ലാം റെസ്പോൺസ് ചെയ്യുന്നത്. നമുക്ക് ചുമയ്ക്കണമെങ്കിലോ വീസ് ചെയ്യണമെങ്കിലോ ബ്രീത്ത് ചെയ്യണമെങ്കിലോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ബ്രീത്തിങ്ങിലെല്ലാം നമ്മൾ ലങ്സാണ് നമ്മളെ ബ്രീത്ത് ചെയ്യാൻ പ്രവർത്തിപ്പിക്കുന്ന ഓർഗൻ എന്ന് പറഞ്ഞാൽ ലങ്സാണ് അല്ലേ. അപ്പോൾ ഈ ലങ്സിലൊക്കെ പ്രശ്നം വരുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ പറയുന്ന പൊടിയും നമ്മളെടുക്കുന്ന ഫുഡ്സ് ഇതിൽ നിന്നുമാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് ആസ്മ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ അലർജിക്കാണ്. അലർജിക് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ റണ്ണിങ് നോസ്. നമുക്കറിയാം, നമുക്ക് ജലദോഷമൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. റണ്ണിങ് നോസ് ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ നാസൽ പാസേജിൽ ഉണ്ടാവുന്ന വീക്കം, നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, കിളികൾ, ഇതിൽ നിന്നും എല്ലാം ഉണ്ടാവുന്ന ചെറിയ ചെറിയ കിളികളുടെ ആണെങ്കിൽ പോലും ചിറകിൻ്റെ അടിയിലുള്ള ചെറിയ ചെറിയ അതിൻ്റെ സ്കിന്നിൻ്റെ സെൽസ് വഴി നമുക്ക് എന്ത് വരുന്നുണ്ട്, അതൊരു പൊടി താരൻ പോലെ വരും. അത് നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ പോലും ചിലർക്ക് അലർജീസ് ഉണ്ടാവാറുണ്ട്. അപ്പം ഇതെല്ലാം നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഓവർ ആക്റ്റീവാണ്. ഇനി രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇൻസുലിനൊക്കെ എടുക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഈ പറയുന്ന ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഷുഗറിനെ റിമൂവ് ചെയ്യുകയും അതേപോലെ തന്നെ ബ്ലഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എനർജിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത്. ഇനിയുള്ള ഒന്നാണ് ലൂപ്പസ്. ലൂപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഡിസീസ് ദാറ്റ് അറ്റാക്സ് ബോഡി ടിഷ്യൂസ് ഇൻക്ലൂഡിങ് ദ ലങ്സ്, കിഡ്നീസ് ആൻഡ് സ്കിൻ. ഈ പറയുന്ന അസുഖം നമ്മളുടെ ശരീരത്തിലുള്ള ടിഷ്യൂസിനെ, അതായത് ലങ്സ്, കിഡ്നി, സ്കിൻ, ഇതിനെ എല്ലാത്തിനെയും അറ്റാക്ക് ചെയ്യുന്ന ഒരു അസുഖമാണ് ലൂപ്പസ് എന്ന് പറയുന്നത്. ഇനി വേറൊന്ന് നമ്മൾ പഠിച്ചത് ഡയബറ്റീസ് ആയിരുന്നു അല്ലേ. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ദ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്സ് ദ സെൽ ഇൻ ദി പാൻക്രിയാസ് ദാറ്റ് മേക്ക് ഇൻസുലിൻ. ഇൻസുലിൻ എന്തിനാണ്? ഇൻസുലിൻ നമ്മളുടെ ഷുഗറിനെ, ബ്ലഡിലുള്ള ഷുഗറിനെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു അല്ലേ. അതിനെയാണ് നമ്മൾ ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യുന്നു, നമ്മുടെ പാൻക്രിയാസിലുള്ള സെൽസിനെ എല്ലാത്തിനെയും നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നതും. ഓവർ ആക്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വരുന്നതാണ് ആസ്മയും അലർജിക്കും. ദെൻ നമ്മൾ ആദ്യം പഠിച്ചതാണ് ഇമ്മ്യൂൺ സിസ്റ്റം ഡിസോർഡേഴ്സ്. ഇത്രയേ ഉള്ളൂ ഇമ്മ്യൂണിറ്റി സിസ്റ്റം. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.